പ്രതീക്ഷിക്കുന്ന നമ്മുടെ നേതാവിൻ്റെ പ്രസംഗമാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഞാൻ ആലപ്പുഴക്കാർക്ക് വേണ്ടി അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. तारिक अकबर जी, मुलपल्ली रामचंद्रन जी, रमेश चेन्निथाला जी, KC Venugopal ji, our candidates Dr. KS Manoj ji, Liju, UDF and Congress leaders on the dais, party workers, friends, brothers and sisters, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട UDF പ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ സായാഹ്നത്തിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. When we look at our country today and we compare it to 7-8 years ago, we can see one or two clear changes, differences that have come about. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും 7-8 വർഷം മുമ്പുള്ള അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ വ്യക്തമായും 2-3 വ്യത്യസ്തതകൾ നമുക്ക് ദർശിക്കാൻ കഴിയും. We can see earlier there used to be unity, there used to be a sense of confidence, there used to be a sense of vision in which India was heading. ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു, വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ 7-8 വർഷം മുമ്പുള്ള ഭാരതം എന്ന് പറയുന്നത്. Rest of the world used to notice this. I remember many times people used to come from outside and they used to ask me, what is the secret to success of India? ലോകത്തിന്റെ മറ്റൊരു ഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു വലിയ പ്രത്യേകതയെ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കാണാൻ വന്നിരുന്ന വിവിധ രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ ചോദിക്കുമായിരുന്നു, എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യമെന്ന് 7-8 വർഷം മുമ്പ് ചോദിക്കുമായിരുന്നു. People would come from Europe and they would say, we don't understand how a country with as many languages as Europe, country with completely different cultures, different ideas, how can you live peacefully? യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പറയുമായിരുന്നു, ഇത്രമാത്രം സങ്കീർണതകളുള്ള വ്യത്യസ്ത സമൂഹങ്ങൾ, ജാതികൾ, ഭാഷകളൊക്കെ ഉള്ള സങ്കീർണതയുള്ള ഈ രാജ്യം എങ്ങനെ യോജിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം അവർ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. They used to say, it took us 2 world wars to understand that we should not fight. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലോക മഹായുദ്ധങ്ങൾ വേണ്ടി വന്നു നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പാടില്ല എന്ന്. 50 million, 60 million people died. 60 കോടി 70 കോടി ജനങ്ങൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. And in India, no world war, no nothing, you people all live together. ഇന്ത്യയിൽ ഒരു ലോക മഹായുദ്ധങ്ങളില്ല, മറ്റൊന്നുമില്ല, നിങ്ങളെല്ലാവരും അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് സത്യം. They used to be surprised, they used to ask me, I could tell they were asking me to try and understand how to do this. നമ്മളോട് പറയുന്ന എപ്പോഴും, എങ്ങനെയാണ് ഇന്ത്യക്ക് സാധിക്കുന്നത് ഇങ്ങനെ യുദ്ധമില്ലാതെ, സംഘർഷമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിയുന്നതെന്ന് ചോദിക്കുമായിരുന്നു. Like when someone looks at a magic show, he can't understand what is going on and he's asking, how do you do that? നിങ്ങൾക്ക് അറിയാം, ചിലർ മാജിക് ഷോ നടത്തുമ്പോൾ അതെങ്ങനെയാണ് മാജിക് നടത്തുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിക്കുന്ന പോലെ ആയിരുന്നു അവർ ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞിരുന്നത്. And I used to say, yes, this is our way of life, this is our culture, this is our tradition. ഞാൻ അവരോട് പറയുമായിരുന്നു, ഇതാണ് നമ്മുടെ ജീവിത രീതി, ഇതാണ് നമ്മുടെ സംസ്കാരം,
ഇതാണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ എന്ന് അവരോട് പറയുമായിരുന്നു. Your coastal area here, തീരദേശമാണ് ഇവിടെ. tourism is central to your future. ടൂറിസമാണ് ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ ഭാവിയുടെ കേന്ദ്രമായിട്ട് ഞാൻ കാണുന്നു. Those same people who used to come to me and used to ask me, how does India succeed, today ask me, what has gone wrong with your country? അപ്പോൾ അന്ന് 7-8 വർഷം മുമ്പ് ഇന്ത്യയുടെ വിജയരഹസ്യം ചോദിച്ചറിഞ്ഞ സുഹൃത്തുക്കൾ ഇപ്പോൾ വന്ന് ചോദിക്കുന്നു, നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്തിന് എന്താണ് പറ്റിയിരിക്കുന്നത്, എന്ത് തകരാറാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. Why are you killing each other? നിങ്ങളെന്താണ് പരസ്പരം ആളുകളെ കൊല്ലുന്നത്? Why is there so much violence against women? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായിട്ട് ഇത്ര വലിയ ആക്രമണം ഉണ്ടാകുന്നത്? Where is all this hatred come from? എവിടെ നിന്നാണ് ഈ വിദ്വേഷം കടന്നു വരുന്നത്? And most important question for you, is it safe to visit India? ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യ വരുന്നത് സുരക്ഷിതമായി ഇന്ത്യയിൽ വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. Do you think we should go or not? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങൾ അറിയുന്നുണ്ടോ ഇവിടെ പോകുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്? What has happened to Indian democracy? ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് സംഭവിച്ചു? Some foreign institutions now are saying India is not a democratic country. ചില വിദേശ സംഘടനകൾ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ല എന്ന് തന്നെയാണ്. And as a proud Indian, I cannot deny it. ഞാൻ അഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. I cannot say to them, you're talking rubbish. നിങ്ങൾ വളരെ തെറ്റായ കാര്യമാണ് പറയുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല. Keep quiet. Keep quiet. മിണ്ടാതിരിക്കാൻ അവരോട് പറയാൻ പറ്റുന്നില്ല. I have to keep quiet. എനിക്ക് മൗനമായിരിക്കേണ്ടി വരുന്നു. I can say, like I did when they made these comments, that who are they to tell us? എനിക്ക് പറയാൻ പറ്റും അവരോട്, നിങ്ങൾ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ, എൻ്റെ രാജ്യത്തെക്കുറിച്ച് ചോദിക്കാനെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. Defensively, I can say. Defensively, I can say. നമ്മളിപ്പോൾ പ്രതിരോധത്തിലാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. After all, I'm Indian, I don't like it. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് അവരുടെ ഈ സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. But it's the truth. പക്ഷെ അതൊരു ശരിയായ കാര്യമായിട്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. I cannot deny it. അത് നിഷേധിക്കാൻ പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. So I have to sit quiet. അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായിരിക്കേണ്ടി വരുന്നത്. And watch as people who used to care for each other, who had affection for each other, abuse each other, shout at each other, beat at each other. നിങ്ങൾ നോക്കുക, പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരുന്ന, പരസ്പരം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പരസ്പരം അധിക്ഷേപിക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. This type of thing makes our Prime Minister proud. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അഭിമാനമായി തോന്നുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. It makes the RSS, the BJP proud. It makes them happy. ഇത്തരം കാര്യങ്ങൾ, ഈ വിദ്വേഷവും ഈ പകയും ഈ വിഭജനവും RSSനെ പോലുള്ള സംഘടനകളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ അഭിമാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. But it makes me sad. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ദുഃഖിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Because I know that my country is being weakened. എനിക്കറിയാം എൻ്റെ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. I know that each time I read in the newspaper, one Indian killed another Indian, that some tourist somewhere is going to look and say, you know what, I won't go to Kerala, I'll go to South America. ഇങ്ങനെ നമുക്കറിയാം, പത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒരു യൂണിയനിലെ ആളുകൾ മറ്റൊരു യൂണിയനിലെ ആളുകളെ കൊന്നു, അതുപോലെ വിദേശ സഞ്ചാരികൾ ചോദിക്കുമ്പോൾ കേരള പോകുമ്പോൾ മറ്റിടത്ത് പോകുമ്പോൾ ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നു. And I know silently the person who used to benefit from that tourism, maybe the person who used to work in the hotel, or maybe the person who used to cook in a homestay is going to suffer. ആരാണ് ഇതിൽ കഷ്ടപ്പെടുന്നത്? ഈ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ വിദേശ സഞ്ചാരികൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു ഹോട്ടലിലെ പാചകക്കാരനായിരിക്കും, അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും, അവിടെ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അവരാണ് ബുദ്ധിമുട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. Because it is never the people who do the dividing that suffer. നാട്ടിലെ ജനങ്ങളല്ല രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. It is always the people who are divided that suffer. It is always the people who are divided that suffer. ഈ ആളുകളാണ് അവരെ തന്നെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. And I like to see these things closely. ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു. I like to understand them in a little bit of detail. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. Some weeks back I went
in the morning fishing with my brothers. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിരാവിലെ എൻ്റെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാരോടൊപ്പം മത്സ്യബന്ധനത്തിന് ഞാൻ ആഴക്കടലിലേക്ക് പോവുകയുണ്ടായി. Today I was watching on the street as other brothers were selling fish. ഞാൻ ഇന്ന് റോഡിലൂടെ വരുമ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാരായ മറ്റു ചിലർ ഈ റോഡരികിലൂടെ മത്സ്യം വിൽക്കുന്നത് കാണുകയുണ്ടായി. Before I went on the boat, when I used to look at people selling fish, I didn't understand it. ഞാൻ ഈ മത്സ്യബന്ധന തൊഴിലാളികളോടൊപ്പം ബോട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ മത്സ്യത്തൊഴിലാളികൾ മീൻ വിൽക്കുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. In fact, I can tell you standing from the stage that before I went on the boat, I used to defend fishermen's rights. എനിക്ക് പറയാൻ പറ്റും, ഞാൻ ബോട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഉണ്ടാകാറുണ്ടായിരുന്നു. But I didn't actually know what was going on. പക്ഷെ എനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് മത്സ്യബന്ധന മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. And of course, just by going on the boat once with them, it's not that I have understood what is going on. ഒരു പ്രാവശ്യം ബോട്ടിൽ പോയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുകയും ചെയ്തത്. But I understand slightly better. പക്ഷേ മുൻപത്തേക്കാൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. So let me tell you a little bit about what happened when I went. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ബോട്ടിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We got up in the morning, 4 o'clock in the morning, we got on the boat. 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. എന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ പോവുകയുണ്ടായി. 4 മണിക്ക്. Very nice, calm sea. വളരെ ശാന്തമായ സമുദ്രമായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. Then I thought to myself, what must it be like when the sea is not calm? ഈ സമുദ്രം ശാന്തമല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. What must the son or the daughter of the person who's going into the sea when it's not calm think? ഈ സമുദ്രം ശാന്തമല്ലാതിരിക്കുമ്പോൾ ഈ അതിരാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മത്സ്യബന്ധനത്തിന് പോകുന്ന സഹോദരന്മാരുടെ മകനോ മകളോ എന്തായിരിക്കും ആലോചിക്കുന്നുണ്ടാകുക? Or maybe what will the fisherman think when he's going into a rough sea thinking, maybe I won't come back and I won't be able to educate my children and they will grow up without a father. പ്രക്ഷുബ്ധമായ കടലായിരുന്നുവെങ്കിൽ, ആ കടലിൽ പോയ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകൾക്കും മകനും എന്തു പറ്റുമെന്ന് ആ മത്സ്യത്തൊഴിലാളി ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയുണ്ടായി. Then I said to myself, then I'm telling you what is going on in my mind. Then I said to myself, but everybody takes risks. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി എല്ലാവരുടെ ജോലിയിലും കുറച്ചൊക്കെ തന്നെ റിസ്ക് ഫാക്ടർ ഉണ്ട്. Farmer takes a risk. കർഷകരും അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. So I justified it. ഞാൻ അതിനെ ന്യായീകരിക്കുകയായിരുന്നു. Then we went further. പിന്നീട് ഞാൻ മുന്നോട്ട് വീണ്ടും ആഴക്കടലിന് നേരെ പോയപ്പോൾ and then they started to throw the net out. അവർ വല വീശാൻ തുടങ്ങി. 500 meters they went round in one circle. 500 മീറ്റർ അവർ വൃത്താകൃതിയിൽ വല വിരിച്ചു. Then I thought, okay, interesting. Now we are going to catch some fish. ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ കുറച്ച് മത്സ്യം പിടിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം. Till now I had not understood anything. I'm just looking. അതുവരെ ഞാനൊന്നും മനസ്സിലാക്കിയില്ല, ഞാൻ നോക്കുകയായിരുന്നു. Now we put the net in the water and the boat goes round 500 meters. വല 500 മീറ്റർ വൃത്തമായിട്ട് വെച്ചു. അതുപോലെ ബോട്ടും ആ വലയെ അനുധാവനം ചെയ്തുകൊണ്ട് വൃത്താകൃതിയിൽ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. And the net goes and makes one full circle. വല ഒരു കൃത്യമായ ഒരു പൂർണ്ണാകൃതിയിലുള്ള ഒരു വൃത്തം രൂപീകരിക്കപ്പെട്ടു. And then they say, okay, now let us start pulling the net. അവരെ പറയണ്ടായി, ഇനി നമുക്ക് വലിക്കാൻ തുടങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് അവർ അപ്പോഴാണ് പറഞ്ഞത്. Now I do weightlifting. I am a strong fellow. ഞാൻ വളരെ ശക്തനായിട്ടുള്ള ഒരാളാണ്. ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാറുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരാളാണ് ഞാൻ. I eat many more calories than my brothers. നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ കഴിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കലോറി ഞാൻ കഴിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. 5 minutes of pulling that net, I understood what it means to be a fisherman. 5 മിനിറ്റ് ഞാൻ വലവലിച്ചപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി ഈ മത്സ്യത്തൊഴിലാളിയുടെ കഷ്ടപ്പാട് എന്താണ്. First then I thought to myself, no problem. I was like, no problem.
I will pull this, no problem. And I kept pulling 5 minutes, 6 minutes, 7 minutes. Then I started to look at them. ഞാൻ വിചാരിച്ചു പിന്തിരിയാൻ പറ്റില്ലല്ലോ. 5-6 മിനിറ്റ് ഞാൻ വലിച്ചു, എല്ലാ പ്രയാസങ്ങളും വെച്ച് വലിച്ചു. 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ള മത്സ്യത്തൊഴിലാളികളെ നോക്കുകയായിരുന്നു. അവരിത് നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. I was smiling outside. Outside I was smiling. പുറത്ത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I was looking at them. പക്ഷെ ഞാൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. They were also smiling. അവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Difference was they were smiling inside. I was not smiling inside. പക്ഷെ അവര് അവരുടെ മനസ്സിൽ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഉള്ളിൽ ചിരിക്കാൻ പറ്റിയിട്ടില്ല. Because I understood what they are lifting. എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്താണ് അവർ പൊക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യം. Then you know how you do. When you get slightly tired, you pretend. നിങ്ങൾ കുറച്ച് ക്ഷീണിതനായാൽ പിന്നെ നിങ്ങൾ അഭിനയിക്കും കുറച്ചൊക്കെ തന്നെ. Instead of pulling with full force, slightly less force. I need to make it efficient. I need to now. I realize I have to make it go on for some time. എനിക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ സമയം പോകും എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് എനിക്കുള്ള ക്ഷീണം എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. But then I was thinking to myself, my God, this is very difficult work. ഞാൻ പിന്നീട് മനസ്സിലായി, എനിക്ക് കൃത്യമായും ബോധ്യപ്പെട്ടു ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. Then the net becomes smaller and smaller and smaller and smaller. പല ചെറുതായി വന്നു പിന്നീട്. Then I thought to myself, okay, now the work is done. ഞാൻ വിചാരിച്ചു അപ്പൊ ഈ പ്രവർത്തനം തീർന്നു കഴിഞ്ഞു, ഇത് നമ്മുടെ പ്രവൃത്തി പൂർത്തിയായി എന്നാണ് ഞാൻ വിചാരിച്ചത്. Okay, it's hard work, no problem, but it's done. ഇത് കഠിനാധ്വാനമാണ്, പക്ഷെ എന്തായാലും അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിച്ചു. And then the net starts to come up. വല മുകളിലോട്ട് വരാൻ തുടങ്ങി കൃത്യമായിട്ട്. Now I'm imagining hundreds of fish inside that net. ഞാൻ വിചാരിച്ചു 100 കണക്കിന് മത്സ്യം ആ വലയ്ക്കകത്തുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. 15-20 fishermen pulling the net. 15-20 മത്സ്യത്തൊഴിലാളികൾ ഈ വല വലിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. So I'm thinking at least couple thousand fish will come. ഞാൻ വിചാരിച്ചു കുറച്ച് 1000 മത്സ്യങ്ങൾ വരും. The fisherman is still smiling. ഞാൻ പരിശോധിക്കുകയുണ്ടായി എന്താണ് മത്സ്യത്തൊഴിലാളിക്ക് അവസാനം അന്തിമമായി കിട്ടുന്നത്. That is the fisherman's plight in Kerala. ഇതാണ് ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവിത യാത്ര, അവന്റെ വിധി അതാണ് എന്നുള്ള കാര്യം. Whether you are crying inside fish, you have to smile. ഒരു മത്സ്യമേ കിട്ടുന്നുള്ളൂ എങ്കിലും മത്സ്യത്തൊഴിലാളിക്ക് ചിരിക്കേണ്ടി വരുന്നു. Doesn't matter if you put fuel, boat, whatever you did, your entire energy, whatever you ate, you put inside it. Does not matter, you have to smile. നിങ്ങളുടെ എല്ലാം അതിലേക്ക് പെട്രോൾ ഒഴിക്കണം, ഡീസൽ ഒഴിക്കണം, അതുപോലെ തന്നെ ബോട്ട് വർക്ക് ചെയ്യണം, അതിനുള്ള ഒരുപാട് മനുഷ്യശേഷി ഉപയോഗിക്കണം. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മീനാണ് കിട്ടുന്നത്, പക്ഷേ നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. Now I came back, I did one day. ഞാൻ തിരിച്ചു വന്നു, എനിക്കൊരു ദിവസം വേണ്ടി വന്നു. You imagine, they do 10 years, 20 years, 30 years. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലമായിട്ട് ഇവർ ജോലി ചെയ്യുന്നുണ്ട്. No idea whether they'll come back. അവർ തിരിച്ചു വരുന്നത് No idea whether there will be fish in the net. മത്സ്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ രൂപമില്ല. And then while they're doing this, the chief minister is making a deal with the American trawler company. നമ്മുടെ മത്സ്യത്തൊഴിലാളി ഇത്രയും വലിയ കഷ്ടപ്പാടും വേദനയോടും കൂടി മത്സ്യബന്ധനം നടത്തി സാഹസികമായി നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു അമേരിക്കൻ കമ്പനിയുമായി കരാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യമാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഏറ്റവും Before I went fishing, I would think to myself, okay, so he's making a deal with the trawler company. മത്സ്യബന്ധനത്തിന് പോകുന്ന മുമ്പ് ഞാൻ മനസ്സിലാക്കിയത്, മുഖ്യമന്ത്രി ഒരു കമ്പനിയുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത്. After going on the boat, it makes me angry. പക്ഷേ ബോട്ടിൽ പോയി മത്സ്യത്തൊഴിലാളി കഷ്ടപ്പാടും വേദനയും നേരിട്ടറിഞ്ഞപ്പോൾ എന്നെ ഈ സംഭവം ഏറ്റവും കൂടുതൽ കോപാകുലനാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യമുള്ള കാര്യം. Because he's stabbing every one of those fishermen in the back. എന്തുകൊണ്ടെന്നാൽ ഈ നീക്കത്തിലൂടെ ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത് ഓരോ മത്സ്യത്തൊഴിലാളിയെയും പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. There's no blood coming out.
Because the blood is going to come out later. ഇപ്പം രക്തം വരില്ല പുറത്തുനിന്ന്. രക്തം കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരുള്ളൂ, ഇപ്പൊ വരില്ല. And that is happening everywhere. ഇത് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. It is very obvious with the fishermen. ഇത് പ്രത്യേകിച്ച് പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഇതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. Similar with the farmers. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർഷകരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Similar with the artisans. അതുപോലെ തന്നെയാണ് പരമ്പരാഗത തൊഴിലാളികളുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. People who are working in tourism, it's the same thing. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. These people get up in the morning, maybe they don't go fishing, maybe they do something else. They put all their effort into it, then they get nothing. ഇതാണ് സംഭവിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അവർ രാവിലെ എഴുന്നേക്കും, അവരെല്ലാ ജോലികളും ചെയ്യും, എല്ലാ കഷ്ടപ്പാടുകളും ചെയ്യും, എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കും. പക്ഷെ അവസാനമാകുമ്പോൾ അവർക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതിഫലമായിട്ട്. And this is what I don't like about what is going on in India. ഈ ഇന്ത്യ രാജ്യത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തതും ഈ ഒരു കാര്യമാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളതാണ്. You make 3 farm laws as if they're nothing, as if just you pass something in the parliament. 3 നിയമങ്ങൾ, കൃഷിക്കാരുടെ നിയമം നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ പറയുന്ന ഒന്നുമില്ല, ഈ 3 നിയമങ്ങളും പാർലമെന്റ് നിങ്ങൾ പാസ്സാക്കട്ടെ എന്ന് ലാഘവത്തോടെ നിങ്ങൾ പാസ്സാക്കാൻ പറയുകയാണ്. Because you've never pulled the net. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ലാഘവത്തോടെ ഇത്തരം കർഷക വിരുദ്ധ ബില്ലുകൾ പാസ്സാക്കാൻ പറയുന്നത്? You've never നിങ്ങൾ ഒരിക്കലും ഈ നെറ്റ് വലിക്കാൻ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പോയിട്ടില്ല, ആ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ കർഷകന്റെ കഷ്ടപ്പാടോ മത്സ്യത്തൊഴിലാളിയുടെ കഷ്ടപ്പാടോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. You've never spoken to the farmer when he's digging his field. നിങ്ങൾ ഒരിക്കലും കൃഷിക്കാരനോട് സംസാരിച്ചിട്ടല്ല ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. Go, do it, and your heart will change. നിങ്ങൾ അവരോട് സംസാരിക്കൂ, കൃഷിക്കാരനോട് സംസാരിക്കൂ, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. And then the whole day, make in India, make in India, make in India, make in India, make in India. What? നിങ്ങൾ എല്ലാ ദിവസവും എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്ത്യയെ നിർമ്മിക്കൂ, ഇന്ത്യയെ നിർമ്മിക്കൂ, ഇന്ത്യ ഉണ്ടാക്കൂ. എന്താണ് ഇന്ത്യയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത്? What is made in India? എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറയുന്നത് നിങ്ങൾ? The phone is made in China, the shoes are made in China, the net. എല്ലാം വസ്ത്രങ്ങൾ ചൈനയിലാണ്, ഷൂസ് ചൈനയാണ്, പോളിഷ് ചൈനയാണ്, എന്നിട്ടും പറയാം മേക്ക് ഇൻ ഇന്ത്യ എന്ന്. And our Prime Minister keeps going, make in India, make in India, make in India. And then everything he gives to his 2 friends. അദ്ദേഹം, നമ്മുടെ പ്രധാനമന്ത്രി എല്ലാം ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. എന്നിട്ടെല്ലാം അദ്ദേഹത്തിന് 2-3 സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. So you have a legitimate question to ask me. ഒരു വ്യവസ്ഥാപിതമായ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. You can say, what is the UDF going to do? നിങ്ങൾക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് UDF ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം, വ്യവസ്ഥാപിതമായ ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം. To me it is very simple. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. The economy is stopped. There are no jobs. നമ്മുടെ സമ്പദ്ഘടന എന്തുകൊണ്ടാണ് തകർക്കപ്പെട്ടത്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാട്ടിൽ ജോലി ഇല്ലാതായി മാറിയത്. ജോലി ഇല്ലാത്തതുകൊണ്ട് സമ്പദ്ഘടന തകർക്കപ്പെട്ടു. And this is across the country. ഇത് രാജ്യവ്യാപകമായിട്ടുള്ള സ്ഥിതിയാണ്. Let us forget why it happened. It happened because of demonetization. It happened because of GST. It happened because of Corona. Forget it. Don't forget it. ഇത് നടന്നത് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ കൊറോണ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ GST നടപ്പിലാക്കിയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നോട്ട് നിരോധിച്ചതുകൊണ്ടായിരിക്കാം. We'll forget the mistakes. നമ്മൾ നിങ്ങൾക്ക് നടത്തിയ അബദ്ധങ്ങളെല്ലാം നമുക്ക് മറക്കാൻ പറ്റും. Now tell us what you're going to do going forward. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നിങ്ങളിപ്പോൾ നമ്മളോട് പറയൂ. Tell us how you're going to start the Indian economy, the Kerala economy. നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെയും കേരളത്തെ സമ്പദ്ഘടനയും ശക്തിപ്പെടുത്താൻ പോകുന്നത് എന്ന കാര്യം പറയൂ. Tell us how you're going to tell that tourist that he should not be worried and should come here. നിങ്ങൾ പറയാ, ആ വിനോദസഞ്ചാരി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ഇന്ത്യയിൽ വരണം, നിങ്ങൾ കേരളത്തിൽ വരണം എന്ന് അവരോട് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? And it's very simple. ഇത് വളരെ ലളിതമാണ്. And we've been saying it to the state government and to the government of India. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റോടും അതുപോലെ കേന്ദ്ര ഗവൺമെന്റോടും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Put money in people's hands. ആളുകളുടെ കയ്യിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് നിങ്ങൾ പണം നേരിട്ട് എത്തിക്കൂ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. Trust your own people and put money in their hands. You trust the 2 biggest businessmen in this country. Start to trust the crores and crores of people of this country. നിങ്ങൾ ഈ പാവപ്പെട്ട ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ വിശ്വസിക്കൂ.
നിങ്ങൾ വിശ്വസിക്കുന്നത് രണ്ട് ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള പണക്കാരായിട്ടുള്ള മുതലാളിമാരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പകരം ഈ പാവപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കൂ. There is a car standing here. Can this car work without petrol? ഇവിടെ ഒരു കാർ നിൽക്കുന്നുണ്ട്. ഈ കാർ പെട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുമോ? The chief minister is sitting in the car. There's no petrol in the car. Nobody has money and he keeps turning the key. നമ്മുടെ മുഖ്യമന്ത്രി സങ്കല്പിക്കുക, കാറിലിരിക്കുകയാണ്, പെട്രോൾ ഇല്ല കാറിൽ, അദ്ദേഹം ചാവി തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ വണ്ടി മൂവ് ചെയ്യുമോ? വണ്ടി മുന്നോട്ട് നീങ്ങുമോ? നീങ്ങില്ല. Keeps turning the key. It keeps turning the key. അത് തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ വണ്ടി നീങ്ങുന്നില്ല. How is the car going to start without petrol? പെട്രോൾ ഇല്ലാതെ എങ്ങനെ വണ്ടി മുന്നോട്ട് നീങ്ങും? Put petrol into the economy. Put money into people's hands. അതുകൊണ്ടാണ് പറയുന്നത്, സാമ്പത്തിക മേഖലയിൽ പെട്രോൾ കൊടുക്കൂ, അതിന് ജനങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുക്കൂ, നേരിട്ട് കൊടുക്കൂ. Like you jumpstart a car, jumpstart the Indian economy. നമ്മൾ കാറ് ഓടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഓടിപ്പിക്കൂ നിങ്ങൾ. So what is the Congress answer? എന്താണ് ഇതിന് കോൺഗ്രസിന്റെ ഉത്തരം? First thing we will do to start the economy of Kerala. ആദ്യം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ, കേരളത്തിലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക. 6,000 rupees. 6,000 rupees for every single household in Kerala in their bank account. 6,000 രൂപ പ്രിയപ്പെട്ടവരെ, എല്ലാ കേരളക്കാരുടെയാലും 6,000 രൂപ അവരുടെ കൈകളിലേക്ക് മിനിമം ഉറപ്പായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. 6 months, 6,000 rupees every month. 6,000 രൂപ എല്ലാ മാസവും മിനിമം കിട്ടിയിരിക്കും. And this is not charity that we are doing. Don't think we are doing you some favor. ഇതൊരു കാരുണ്യമായിട്ട്, അതുപോലെ എന്തോ സഹായിക്കാനായിട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. We are putting petrol in the car. നമ്മൾ ഇതിലൂടെ ഈ 6,000 രൂപ ഓരോ സാധാരണക്കാരന്റെ കയ്യിലും ഉറപ്പാക്കുന്നതിലൂടെ ചെയ്യുന്നത് കാറിനകത്ത് പെട്രോൾ ഒഴിക്കുന്നത് പോലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. We are going to do welfare pension. Raise it to 3,000 rupees a month. നമ്മള് ക്ഷേമ പെൻഷനുകൾ, ഇവിടെ കയർ തൊഴിലാളി, കർഷക തൊഴിലാളി, വാർദ്ധക്യകാലം, ഈ പെൻഷനുകളൊക്കെ വാങ്ങിക്കുന്നവർ മാസം 3,000 രൂപ അവർക്ക് മാസം പെൻഷനുകൾ നൽകുന്നതാണ്. Right to income for homemakers between 40 and 60, 2,000 rupees a month. 40-നും 60 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ വീട്ടമ്മമാർ, നമ്മളെ എല്ലാം പോറ്റുന്ന നമ്മുടെ വീട്ടമ്മമാർ, ആരും ഇതിനെ ശ്രദ്ധിക്കാതെ വീട്ടമ്മമാർ, അവരുടെ കൈകളിലേക്ക് മാസം 2,000 രൂപ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഒരു കാര്യം. And we are going to ensure a minimum support price for rubber, coconut and paddy. നമുക്കറിയാം, കുട്ടനാടിന്റെ കാർഷിക മേഖലയുണ്ട്. നെൽകൃഷിക്കാർക്ക്, റബ്ബർ കൃഷിക്കാർക്ക്, നമ്മുടെ നാളികേര കൃഷിക്കാർക്ക്, അവർക്കൊക്കെ തന്നെ അവരുടെ വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തും. മിനിമം MSP നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ന്യായവില ഉറപ്പുവരുത്തും. And we are doing it because we know the moment we put money in your bank account, the moment we put money in your hands, you will spend it. ഞങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ പാവങ്ങളുടെ കയ്യിലേക്ക് പണം കൊടുത്താൽ അവരത് വീട്ടിൽ സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ മാർക്കറ്റിൽ പോയി അത് ചെലവഴിക്കും. And the moment you spend it, you will need to buy things with it. നിങ്ങളത് ചെലവഴിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും, ചില ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. And when you buy things with it, people will need to produce those things. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എങ്ങനെ പറ്റും? അത് നിർമ്മിക്കേണ്ടി വരില്ലേ? അപ്പൊ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. And when people need to produce them, they will have to find people who will do the job of producing them. ഇങ്ങനെ നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ നിർമ്മിക്കണമെങ്കിൽ അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ, അവർക്ക് ആവശ്യമായ ജോലി നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. So we understand that when we put money in your hands, we will create jobs. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് പണം തരുമ്പോൾ നമ്മൾ മറ്റൊരു വശത്തു കൂടി ജോലി ഉണ്ടാക്കുകയാണ്, ജോലി സൃഷ്ടിക്കുകയാണ്, ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. Don't think that violence does not have an effect. വിചാരിക്കരുത് അക്രമത്തിന് യാതൊരുമായ ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്നുള്ളത്. I told you that tourism is impacted with violence. അക്രമം കൊണ്ടാണ് ടൂറിസത്തിന് സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. Tourists sitting in Europe or in America is not interested in going to a violent place. അക്രമം നടക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് പോകാൻ അമേരിക്കയിലും യൂറോപ്പിലും ഇരിക്കുന്ന ഒരു വിനോദസഞ്ചാരിക്കും താല്പര്യം ഉണ്ടാവില്ല. He's scared. He's saying, God knows what will happen. I might get killed. I'm not going. എന്ത് സംഭവിച്ചാലും തിരക്കാടില്ല, ഒന്നും സംഭവിക്കാൻ പോകില്ല, ഇത്തരം അക്രമങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അക്രമമുള്ള സ്ഥലങ്ങളിലേക്ക് എന്നവർ പറയും. Like an economy, tourism also needs harmony. സാമ്പത്തിക രംഗം പോലെ തന്നെ വിനോദസഞ്ചാരത്തിനും
ആവശ്യമുള്ളത് എന്താണ്? സഹോദര്യവും സ്നേഹവും സമാധാനവും. People like to visit places which are full of love and affection. സ്നേഹവും പരസ്പര ബഹുമാനവും കൂടിച്ചേർന്ന് ഉള്ളിടത്ത് സന്ദർശിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുക. Nobody wants to go somewhere where there is anger, hatred and violence. വിദ്വേഷവും പകയും അക്രമവും ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരാളും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് കാര്യം. And no matter what the left says and no matter what the BJP RSS say, they are ideologies of violence. എന്ത് സംഭവിച്ചാലും എന്നും പറഞ്ഞോട്ടെ, നമ്മുടെ BJP-കാരും നമ്മുടെ CPM സഹോദരന്മാരും എന്ത് പറഞ്ഞോട്ടെ, പക്ഷെ അവർ രണ്ടുപേരുടെയും പ്രത്യയശാസ്ത്രം അക്രമത്തിൽ ഊന്നിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Ideologies of division. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ വിഭജനത്തിൻ്റെതാണ്. We are not interested in division. നമ്മള് കോൺഗ്രസ് UDF ഈ വിഭജനത്തിൽ ഒട്ടും താല്പര്യം കാണിക്കുന്നവരല്ല. We are ideology of multiplication. നമ്മുടെ ആശയം എന്ന് പറയുന്നത് ബഹുസ്ഫലതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരെയും കൂടെ ചേർന്ന ഒരു സാഹചര്യമാണ് നമ്മൾ. We multiply the economic power of this country. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. We multiply the affection among our people. നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ശക്തമായിട്ടുള്ള സ്നേഹം, അവരുടെ പരസ്പര വിശ്വാസം, അതിനെ വർദ്ധിപ്പിക്കാനും ഇരട്ടിപ്പിക്കാനുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. We bring people together. നമ്മൾ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. And that is the difference between the UDF and the LDF. ഇതാണ് UDF-ഉം LDF-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്, അവരെല്ലാവരെയും വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. I went to a girls' college today. ഇന്ന് ഞാനൊരു വനിതാ കോളേജിൽ പോവുകയുണ്ടായി രാവിലെ. Brilliant girls. വളരെ ബുദ്ധിയുള്ള കുട്ടികൾ. Intelligent, dynamic, everything they had. വളരെ കഴിവുള്ള, ബുദ്ധിസാമർഥ്യമുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരുന്നു അവരെല്ലാവരും. Some weeks back I went to the assembly. In front of the assembly there were those students lying there. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ കേരളത്തിലെ അസംബ്ലിയുടെ മുമ്പിലുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സ്ഥലത്ത് പോവുകയുണ്ടായി. അവിടെ കുറച്ച് പേരെ കാണാൻ, വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും. They were lying there covered in shrouds as if they were dead. അവർ ആ നിരത്തിൽ കിടക്കുകയായിരുന്നു. അവർ എല്ലാവരും പരസ്പരം. What they were trying to tell the people of Kerala is that we have no future. We are dead. അവരെന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്? അവിടെ മരിക്കുന്നത് പോലെ കിടന്നിട്ട്, പ്രതീകാത്മകമായി അങ്ങനെ കിടന്നിട്ട് അവരെന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഭാവിയും ഇനി കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ ചെറുപ്പക്കാർ കേരളത്തോട് പറയാൻ ശ്രമിച്ചത്. After all, somebody who does not have a future is dead. ആ കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാവി ഇല്ലാത്ത കുറെ പേര് അവിടെ. So they were saying to the Chief Minister of Kerala, to the leadership of Kerala, by lying in front of his office, that they are dying. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടു മുന്നിൽ ഇരിക്കുന്ന ചെറുപ്പക്കാർ, അവിടെ കിടക്കുന്ന ആളുകൾ, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. And they were saying we are dying because your organization is taking what belongs to us. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നവർ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ഞങ്ങളെയൊക്കെ തന്നെ ഞങ്ങളോട് പെരുമാറുന്ന, ഞങ്ങളെ നേരിടുന്ന രീതി കണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നത്. Like the girls in the college, they were capable young men. കോളേജിലെ വിദ്യാർത്ഥികളെ പോലെ അവരും വളരെ കഴിവുള്ളവരായിരുന്നു, കഴിവുള്ള ചെറുപ്പക്കാരായിരുന്നു. Brilliant boys and girls. വളരെ ബുദ്ധിസാമർഥ്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. Now the chief minister, the minimum he should have done is gone out and met them. അത്യാവശ്യം മുഖ്യമന്ത്രി അവിടെ പോയി ഒന്നവരെ കാണുകയെങ്കിലും ചെയ്യണമായിരുന്നു. Gone to them and said, my brother, don't worry, I understand what you're feeling, I will try and do something about it. അവരോട് പറയണം, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയാണെന്ന് അവരെ പോയി കണ്ട് അവരോട് ആശ്വസിപ്പിക്കാൻ പറ്റില്ലായിരുന്നു ഒരു മുഖ്യമന്ത്രിക്ക്. They're 50 meters ahead of his office. They're there, right there, he can see them, he drives past them. 50 മീറ്റർ വ്യത്യാസമുള്ള മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസും ഇവരും തമ്മിൽ, ഇവർ കിടക്കുന്ന സ്ഥലവും തമ്മിൽ. But he didn't say a word to them. പക്ഷെ ഒരു വാക്ക് അദ്ദേഹം അവരോട് പറഞ്ഞില്ല. Why? Because they're correct. He can't go and say a word to them. എന്തുകൊണ്ടാണ് പറയാത്തത്? ആ കുട്ടികളുടെ മനസ്സിലുള്ള വിചാരങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണ്
ഇദ്ദേഹത്തിന് അവരെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. Because he understands that his organization is stealing their future from them. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് തന്നെ പ്രസ്ഥാനമാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ഭാവിയെ അപഹരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. He understands that he himself has given some of those jobs to his people instead of these people who deserve it. അദ്ദേഹത്തിന് അറിയാം, ഈ പാവപ്പെട്ട അർഹതപ്പെട്ട തൊഴിൽ ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ജോലി പലതും പാർട്ടിയിലെ സ്വന്തക്കാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. And that's why he can't go. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തത്. It's the same with the fishermen. You see, he has to do the deal behind their back. അത് തന്നെയാണ് മത്സ്യത്തൊഴിലാളി കാര്യത്തിലും സാധിച്ചത്. ഈ ഒരു ധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് It's very difficult to betray someone by looking them in the eye. കണ്ണോട് നോക്കിയിട്ട് നേരെ നോക്കിയിട്ട് ആർക്കും ചതിക്കാൻ പറ്റില്ല, പിന്നിൽ നിന്നാണെങ്കിലേ ചതിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. That specialization, of course, belongs to our Prime Minister. അങ്ങനെയുള്ള പിന്നിൽ നിന്ന് ചതിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ആള്. He has no problem. He has been trained from before. അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ പിന്നിൽ നിന്ന് ആളെ ചതിക്കുന്ന കാര്യത്തിൽ. ഇത് മുൻപും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്, ഇത് പരിശീലിച്ചിട്ടുണ്ട്. So that is why I have come here to tell you to support these two candidates. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും സഹായിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. To bring harmony to this state. ഈ സംസ്ഥാനത്ത് സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. To carry everybody in this state as one. ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാനും അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. And to make this state progress. ഈ സംസ്ഥാനം അഭിവൃദ്ധിയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. And show the rest of the country what Kerala is capable of doing. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കാണിച്ചു കൊടുക്കണം നമ്മൾ കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. It's night time, so I'd like to thank all of you for coming here and listening to me. സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രിയായി നിങ്ങളോട് എല്ലാവരോടും ഇവിടെ വന്നതിനും കേൾക്കുന്നതിനും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. Especially the little children. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളോട് അവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. Thank you very much. Namaskar. നന്ദി. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പൈതൃക നഗരമായ ആലപ്പുഴയിലെത്തിയ ആരാധ്യനായ രാഹുൽജിക്ക് DCCയുടെ ഉപഹാരം ആ നെറ്റിപ്പട്ടം കെട്ടിയ ആന ശ്രീ എ ഷുക്കൂർ സമർപ്പിക്കുന്നു. വണ്ടിയോടെ നോക്കട്ടെ. വരവായ പോരാട്ടത്തിൻ നേരം വീണ്ടും എതിരില്ല തേരോട്ടത്തിൽ ചേരാ കൂടെ വയനാടും താളമായി മാറി മതജാതി ഭേദങ്ങൾ ചെയ്തിടും വരുമ്പോൾ ഈ നാടിൻ കാവൽക്കാരൻ നീയല്ലേ രാഹുൽ ഗാന്ധി.